ഫ്രണ്ട് ബെയറിങ് കംപ്ലൈൻ്റ് ആയിരുന്നു. ഫ്രണ്ട് വീൽ ബെയറിങ് അത് മാറാൻ പുറത്തുനിന്ന് മാറാനാകെ ആയത് 310 രൂപയായത്. 160 രൂപ സാധനത്തിൽ മാറണ കാശ്. അവിടെ ഷോറൂമിൽ ചോദിക്കാൻ നേരത്തെ അവിടെ ബെയറിങ് ഇല്ല, ബെയറിങ് കിട്ടാനുമില്ല. അവർ ചെന്നിട്ടിപ്പോൾ ഹബിൻ്റെ ആ പോർഷൻ ഉൾപ്പെടെ മാറണം. അതിന് 2000 സംതിങ് രൂപ, 2500 അടുത്ത് വരുമെന്ന് പറയും. പുറത്തുനിന്ന് മാറിയിട്ടുണ്ടെങ്കിൽ 310 രൂപയ്ക്ക് സാധനം മാറി കിട്ടും. മറ്റേത് 2000 രൂപ പറയുകയും ചെയ്യും, ഒരാഴ്ച കഴിഞ്ഞേ കിട്ടുകയുള്ളൂ. അതുകൊണ്ട് പുറത്തുനിന്ന് മാറി. വാറണ്ടിക്ക് ഒരു വർഷം വരെയല്ലെന്ന് അവരിപ്പോൾ പറയണം, പിന്നീട് മാറ്റി പറയുമായിരിക്കാം. പിന്നെ ഇതിൻ്റെ വാറണ്ടിയുടെ കാര്യം പറയുന്നില്ലേ, വാറണ്ടി ഇപ്പം ഞാനിത് രജിസ്റ്റർ ചെയ്തേക്കുന്ന നമ്പറിൽ നിന്ന് കസ്റ്റമർ കെയറിലേക്ക് വിളിച്ചിട്ടുണ്ടെങ്കിൽ കോൾ കണക്റ്റ് ആയാൽ, പിന്നെ വേറെ ഏതെങ്കിലും നമ്പറിൽ നിന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം കണക്റ്റ് ആയാലും ആദ്യം ബോട്ട് കുറേ നേരിട്ട് കറക്കും. കസ്റ്റമർ കെയറിലെ ബോട്ടിനാണല്ലോ കണക്റ്റാണ് കോൾ. ആദ്യം എല്ലാം കുറേ നേരമായിട്ട് കറക്കി കഴിഞ്ഞാൽ അവസാനം ബോട്ട് പറയും രജിസ്റ്റർ ചെയ്ത നമ്പർ ഡയൽ ചെയ്യാം. പിന്നെ അത് ഡയൽ ചെയ്ത് കഴിയാന്നിടത്ത് ഇവർ ആദ്യം സെയിൽസിലേക്ക് കണക്ട് ചെയ്യും. സെയിൽസിൽ കണക്ട് ചെയ്ത് എല്ലാ ഡീറ്റെയിൽ എല്ലാം പറഞ്ഞു കഴിയുമ്പോൾ പിന്നെ അവർ അടുത്തതിലേക്ക് കണക്ട് ചെയ്യും. അങ്ങനെ അവസാനം അത് കഴിഞ്ഞ് പിന്നെ സർവീസ് ടീം കണക്റ്റ് ആവും. പിന്നെ സർവീസ് ടീമിനോട് ഇതെല്ലാം പിന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് നമ്മുടെ സർവീസ് വേണ്ട ലൊക്കേഷൻ എവിടെയാണ്, അതിൻ്റെ പിൻകോഡ്, അതായത് അവിടെ സർവീസ് സെൻറ്റർ എവിടെയൊക്കെ നോക്കി വെച്ചിട്ട് അതിൻ്റെ പിൻകോഡ് പറഞ്ഞു കൊടുക്കണം. അപ്പോൾ അവർ ആ പിൻകോഡ് വെച്ച് ബുക്ക് ചെയ്യും. എന്നിട്ട് നമുക്ക് സർവീസ് ആ ബുക്ക് ചെയ്ത ഡേറ്റ് നമ്മളവിടെ ചെല്ലണം. ബുക്ക് ചെയ്ത ഡേറ്റ് നമുക്ക് ആപ്പിൽ കാണിക്കും. അപ്പോൾ ആ ഡേറ്റ് നമ്മളവിടെ ചെല്ലാൻ നേരത്ത് മിക്കവാറും പറയണത്, എനിക്കിപ്പോൾ ചേർത്തല കിട്ടിയത്, ചേർത്തല ചെല്ലുമ്പോൾ അവർ പറഞ്ഞാൽ അവിടെ സർവീസ് ഓൺലൈൻ ബുക്കിംഗ് ഇല്ല എന്ന് പറഞ്ഞാൽ അവർ അവിടെ വേറൊരു ഡേറ്റ് അവർ എഴുതി തരും. പിന്നെ ആ ഡേറ്റിൽ രണ്ടാമതേലാണ്. സത്യം പറഞ്ഞാൽ ഫോണിൽ കൂടെ ബുക്ക് ചെയ്യാൻ തന്നെ 10-15 മിനിറ്റ് എടുക്കും ഈ കോളിട്ട് കറക്കി. അത് കഴിഞ്ഞ് പിന്നെ ഡേറ്റ് കിട്ടുന്നത് കുറച്ച് ദിവസം കഴിഞ്ഞായിരിക്കും. അത് നമ്മുടെ കംപ്ലൈൻറ്റ് എന്താണെന്ന് പറയണതിനനുസരിച്ചിട്ട് നമ്മൾ വണ്ടി റൈഡിങ് ഇഷ്യൂ അങ്ങനെയുള്ള സംഭവമൊക്കെ കൊടുക്കണം. എങ്കിൽ മാത്രമേ പെട്ടെന്ന് ബുക്കിംഗ് കിട്ടുള്ളൂ. നോയ്സൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അപ്പോയിൻമെൻറ്റ് പെട്ടെന്ന് കിട്ടില്ല. കുറേ ദിവസം കഴിഞ്ഞിട്ടുള്ള ഒരു ദിവസമേ അപ്പോയിൻമെൻറ്റ് വരുള്ളൂ. അതായത് ആ നോയ്സ് എന്നുള്ള കംപ്ലൈൻറ്റ് വലുതായി വലിയ കംപ്ലൈൻ്റ് ആണ്. ഇപ്പോൾ കോൺസെറ്റിൻ്റെ കംപ്ലൈൻ്റ് ആണ്. കോൺസെറ്റിൻ്റെ അവിടെ നിന്ന് അടിക്കണ സൗണ്ട് ഉണ്ട് എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കിട്ടാൻ കുറച്ച് നാളെടുക്കും. എന്ന് വെച്ചാൽ വണ്ടി കുറച്ച് നാളും കൂടി പിന്നെയും ഓടും. അത് വെച്ച് ആ ഓടിക്കഴിഞ്ഞിട്ട് അത് മൊത്തത്തിൽ മാറേണ്ട അവസ്ഥയിൽ നമുക്ക് അപ്പോയിൻറ്റ് ഡേറ്റ് കിട്ടുള്ളൂ. അങ്ങനെയാണ് കുഴപ്പം. എന്ന് വെച്ചാൽ ഇപ്പോൾ കുറച്ചധികം നടക്കേണ്ടി വരും. ഇപ്പോൾ ഈ ESLൊക്കെ ട്രീറ്റ്മെൻറ്റ് പോകുമ്പോഴുള്ള അവസ്ഥയിൽ അവിടെ ചെന്ന് കഴിയുമ്പോൾ അവിടെ നിന്ന് പറഞ്ഞ് വേറെ അടുത്ത് വരും. എന്നിട്ട് അവിടെ പോയി 2 ഒപ്പിട്ടിട്ട് വരാൻ നേരത്ത് ഇപ്പുറത്ത് വന്നിട്ട് വരാൻ മറ്റിടത്തായിരുന്നു ഒപ്പിടേണ്ടത്, അപ്പോൾ ഇപ്പുറത്ത് കൊണ്ടുതന്നെ അങ്ങനത്തെ അവസ്ഥ. അവസാനം ഒപ്പൊക്കെ ഇട്ട് തിരിച്ച് വരുമ്പോൾ രോഗി അത്രയുണ്ട്. അതേപോലെ അപ്പോയിൻമെൻ്റൊക്കെ കിട്ടി സർവീസിന് വണ്ടിയൊക്കെ സെറ്റായി വരുമ്പോഴേക്കും വണ്ടിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടുണ്ടാവും. അന്നെങ്കിൽ മൊത്തത്തിൽ സാധനങ്ങളൊക്കെ മാറേണ്ട അവസ്ഥയായിട്ടുണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വള്ളിയായിട്ട് വന്നിട്ടുണ്ടാവും. അതേസമയം പുറത്ത് സർവീസ് കൊടുക്കണമെങ്കിൽ സാധനം പിറ്റേന്ന് തൊട്ട് നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം. അങ്ങനത്തെ അവസ്ഥയാണ്. പക്ഷേ വാറണ്ടി അത് ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കുമെന്ന് തോന്നണം. ഈ പറഞ്ഞ പോലെ രജിസ്റ്റർ ചെയ്തേക്കുന്ന നമ്പർ അവർ ബ്ലോക്ക് ചെയ്തേക്കണേ. ആ നമ്പറിൽ നിന്ന് വിളിച്ചാൽ ബുക്കിംഗ് കിട്ടിയില്ല, കോൾ കണക്റ്റ് ആകില്ല. പിന്നെ വേറെ നമ്പറിൽ നമ്മൾ വിളിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ കുറേ നേരം ഈ ബോട്ട് കണക്റ്റ് ആകില്ല, രജിസ്റ്റർ ചെയ്ത നമ്പറിൽ നിന്ന് വിളിക്കാൻ പറയും. ഇത് കഴിഞ്ഞ് കുറേ ഓപ്ഷനൊക്കെ നെക്കി അവസാനം ബോട്ട് പറയും എന്താ രജിസ്റ്റർ ചെയ്ത നമ്പർ ഡയൽ ചെയ്യും. അത് കഴിഞ്ഞിട്ട് കണക്ട് ചെയ്ത് ഇനി ഇതേപോലെ ബുക്ക് ചെയ്തെടുക്കാം. പിന്നെ ഇങ്ങനെ ആപ്പിൽ കൂടെ ബുക്ക് ചെയ്യാൻ നേരത്തും റൈഡിങ് ഇഷ്യൂ അല്ലെങ്കിൽ ഒന്ന് വണ്ടി അനങ്ങണില്ല, അല്ലെങ്കിൽ പാർക്കിംഗ് മോഡ് റൈഡിങ് മോഡ് മാറാനില്ല എന്നുള്ള ഓപ്ഷൻ കൊടുത്താൽ പെട്ടെന്ന് അപ്പോയിൻമെൻറ്റ് കിട്ടും. അല്ലെങ്കിൽ ഇതേപോലെ കുറേ നാളെടുക്കും.